വിമലേച്ചി ആവശ്യമില്ലാതെ ഉന്തും തള്ളും ഉണ്ടാക്കിയപ്പോഴാ രോഹിണിയേട്ടത്തി നടുതല്ലി വീണത്. വിചാരിക്കാതെ സംഭവിച്ചതാ. വീണേ മതി. കുടുംബത്തെ സമാധാനക്കേടുണ്ടാക്കാനായിട്ടാണോ നീ? ഇവിടുന്ന് പോ അങ്ങോട്ട്. നിന്നെ ഇപ്പൊ ആരും അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. വിമലേ, എടി വിമലേ, എടി വിമലേ, ഇറങ്ങി വരാൻ. വിമലേ, വിമലേ, എടി നീ എവിടെയാ? എടി വിമലേ, വിളിച്ചത് കേട്ടില്ലേ? വിമലേ, ആ വിമലേ, എടി നിന്നെ ഇന്ന് ഞാൻ രോഹിണി എടി എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഒന്നും ചെയ്യല്ലേ. എന്തായി കാണിക്കുന്നേ? നീ അങ്ങോട്ട് മാറിക്കേ. നിന്റെ കല്യാണം കഴിഞ്ഞു? അത് കഴിഞ്ഞല്ലോ. ഞാൻ എത്ര തവണ ആശുപത്രിയിൽ വെച്ച് വിനേട്ടനോടത് പറഞ്ഞതാ. പറഞ്ഞോ? പറഞ്ഞു. രോഹിണി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. സുഖമില്ലാത്തോണ്ട് നീ അത് മറന്നുപോയതാ. ആയിരിക്കും, ഞാൻ മറന്നുപോയതാ. അല്ല, ആരാ നിന്നെ കല്യാണം കഴിച്ചത്? ആ ഹരീന്ദ്രനാണോ? റിട്ടയർഡ് ജഡ്ജി ആ സുദർശന്റെ അനന്തരവൻ. അപ്പൊ നിനക്ക് ചിലതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അല്ല, അതൊക്കെ എനിക്ക് ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പ് നടന്ന ആലോചനയല്ലേ. എന്നിട്ട് എവിടെ ഹരീന്ദ്രൻ? ഹരീന്ദ്രൻ അവന്റെ വീട്ടിലുണ്ട്. ഇവള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. ആ, മനസ്സിലായി മനസ്സിലായി. വിനേട്ടാ, ഇതെന്താ ബൈക്കൊക്കെ? കടയിൽ പോവാൻ. അപ്പൊ എന്നോട് ടാക്സി വിളിക്കാൻ പറഞ്ഞതോ? ഓ, അയ്യോ, ആണല്ലേ. സോറി, എനിക്ക് പോകുന്ന വഴിക്ക് ഒരു ഫോൺ വാങ്ങണം. ഞാൻ ബൈക്കിൽ തന്നെ പോയേക്കാം. നീ ആ ടാക്സി അങ്ങ് പറഞ്ഞു വിട്ടേക്ക. മെനക്കെടുത്തിന് വല്ല പെട്രോൾ കാശും കൊടുത്തു വിട്ടാൽ മതി. ആ, വിനേട്ടനവരെ മനസ്സിലായോ? മെന്റൽ ക്ലിനിക്കിലെ സ്റ്റാഫാ. വിനേട്ടനെ അന്വേഷിച്ചാ വന്നിരിക്കുന്നത്. ദാ നിൽക്കുന്നു ആ തലയ്ക്ക് വെളിവില്ലാത്തവൻ അവന്റെ സഹായിയും. നീ വാ, നമുക്ക് പോയി ചോദിക്കാം. വാ. ആ ചേട്ടന്മാരെ നമസ്കാരം. നിങ്ങൾ പുറകെ വന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ മിണ്ടരുത്. കൗണ്ടറിൽ ക്യാഷ് അടയ്ക്കാന്ന് പറഞ്ഞ് പോയിട്ട് ഇയാൾക്ക് പുറകെ നീ അങ്ങ് മുങ്ങി അല്ലടാ? അത് പിന്നെ ചേട്ടാ, വിനേട്ടൻ മിസ്സിംഗ് ആയ വെപ്രാളത്തിൽ മറ്റൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല.
തല മൊത്തത്തിൽ ബ്ലാങ്കായി പോയി. വേലയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നീ അങ്ങോട്ട് മാറിയേക്ക്, ഞങ്ങൾ ഇയാളോട് സംസാരിച്ചോളാം. അല്ല ചേട്ടാ, ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുമ്പോ ആളും പരിവാരങ്ങളും ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അവസാനം വെളിവ് വന്നപ്പോ ബില്ലടയ്ക്കാതെ സ്ഥലം വിടാൻ നാണമില്ലട തനിക്കൊന്നും. ചികിത്സിച്ചതിന്റെയും കുടിച്ചതിന്റെയും തിന്നതിന്റെ വകയില് 1-2 അല്ല 1.5 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് ഹോസ്പിറ്റലില്. ആ തുക ഇപ്പൊ കിട്ടണം ഞങ്ങൾക്ക്. ഹലോ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടന്നതും ചികിത്സിച്ചതും ഒക്കെ ശരിയായിരിക്കും. ഈ പറഞ്ഞ ബില്ലടയ്ക്കാനുള്ള കാശിന്റെ കണക്കൊക്കെ എനിക്കൊന്ന് നോക്കേണ്ടി വരും. ആദ്യം ഞാൻ എൻ്റെ വീട്ടുകാരോടും ഇവനോടൊക്കെ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാന്നോ? കാശ് വാങ്ങിച്ചിട്ട് പോകാനാ ഞങ്ങൾ വന്നെങ്കിൽ ഞങ്ങളത് വാങ്ങിച്ചിട്ട് തന്നെ പോയിരിക്കും. നിർത്തണം. വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തുന്നോ? ഇപ്പൊ കാശ് കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. അല്ലെങ്കിലേ നീയൊക്കെ ചെന്ന് പോലീസിനെ വിളിച്ചോണ്ട് വാ. അപ്പൊ നമുക്ക് ആലോചിക്കാം. തൽക്കാലം സമയം കളയാതെ പോവാൻ നോക്ക്. കാശ് വിനേട്ടാ, മാഷേ, മാഷൊന്ന് പോയി സംസാരിച്ചേ. ദേവി, ഇത് നിങ്ങൾ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ അവന്റെ മുത്തശ്ശനാ. കാശിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അല്പസമയം വേണമെന്നേ ഉള്ളൂ. ചേട്ടന്മാരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ആ കാശ് ഞങ്ങൾ അടച്ചിരിക്കും. നിങ്ങൾ ഇപ്പൊ പോണം പ്ലീസ്. ശരി, നീയാണ് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനകം 1.5 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വരും. ഒറ്റയ്ക്കല്ല, പോലീസുകാരെയും കൂട്ടി വരും. പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്താതിരിക്കുന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. വടം. ഇവളെന്താ ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ? എത്ര ദിവസമായി ഇവളോടൊന്ന് സംസാരിച്ചിട്ട്. ഈശ്വര, ഇത്തവണെങ്കിലും ഒന്ന് എടുത്തായിരുന്നെങ്കിൽ വിനേട്ടം വന്ന കാര്യമെങ്കിലും ഒന്ന് പറയായിരുന്നു. ഹലോ ചന്തു, എന്റെ ഭഗവാനെ, അവസാനം നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോടി. എത്ര ദിവസമായി നിന്നെ ഞാനിങ്ങനെ വട്ടുപിടിച്ചോലെ വിളിച്ചോണ്ടിരിക്കുന്നു. സോറി, ഞാൻ അങ്ങനെ ഫോണൊന്നും നോക്കാറില്ല, അതാ. അപ്പൊ പിന്നെ മെസ്സേജോ? നീ ആ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്ക്. എത്ര മെസ്സേജാണ്. എന്താടി നീ ഇങ്ങനെ? ജോലി, ഹോസ്പിറ്റൽ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞു പോയ ശേഷം എത്ര അകന്നു പോയിടി നമ്മൾ തമ്മില്. നീ വിളിക്കാതിരിക്കുമ്പോ അവിടെ നിനക്ക് എന്തു പറ്റി? വല്ല പ്രശ്നമുണ്ടോ? ഇനി നിനക്ക് വലിയ അസുഖമാണെന്നൊക്കെ ഓർത്ത് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നിനക്ക് എന്താ എന്റെ അവസ്ഥ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലേ? എടാ, നീ ഇങ്ങനെ എന്റെ കാര്യം മാത്രം ഓർത്ത് ചുമ്മാ നേരം കളയാതെ ജോലി ചെയ്ത് 4 ചക്രം ഉണ്ടാക്കാൻ നോക്ക്. ഞാനിവിടെ എന്റെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് നെട്ടോട്ടത്തില്ല. അതിനിടയിൽ നിന്നെ പോയിട്ട് എന്റെ വീട്ടുകാരെ ഒന്ന് ഓർക്കാനോ സങ്കല്പിക്കാനോ വിളിക്കാനോ പറ്റുന്നില്ല. ഇവിടുത്തെ മാനേജ്മെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് തീരും വരെ എനിക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോയാലേ പറ്റൂ. നീ വെറുതെ എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചു ഒന്നും സമയം കളയണ്ട. ഇവിടെയും വിളിക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഞാൻ അങ്ങോട്ട് വിളിക്കൂ. ചുരുക്കി പറഞ്ഞ, നിന്നെ സങ്കല്പിച്ചിരുന്ന എനിക്കിവിടെ എന്റെ ജോലി നടക്കില്ല എന്നർത്ഥം. ചന്തു, നീ എന്താ ഒന്നും മിണ്ടാത്ത?
അല്ല, എവിടെയാ നീ ഇപ്പൊ ഉള്ളത്? ബിനേട്ടനെ കാണാനിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നോ നീ? പോകാതെ പിന്നെ നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ അത്. നിനക്കതൊന്നും ഓർമ്മയില്ലെങ്കിലും എനിക്കത് മറക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പ്രധാനമായും വിനയേട്ടൻ്റെ കാര്യം പറയാൻ തന്നെ ഞാൻ നിന്നെ വിളിച്ചത്. വിനയേട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് എത്തി. ആണോ? നീ പറഞ്ഞത് സത്യമാണോ? എന്റെ ഏട്ടന് അസുഖം പൂർണ്ണമായും ഭേദമായോ ഇപ്പോ? അങ്ങനെ ചോദിച്ചാ അത് പിന്നെ എന്താടാ നിനക്ക് പറയാനൊരു മടി? വല്ല പ്രശ്നമുണ്ടോ അവിടെ? ചേട്ടൻ ഇപ്പോഴും കിളി പോയ അവസ്ഥയിൽ തന്നെയാണോ നടക്കുന്നത്? അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ വന്ന ശേഷം വിനയേട്ടൻ വിമലേച്ചിയോട് വല്ലാതെ ദേഷ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. വിമലേച്ചിയുടെ പേരൊക്കെ വിളിച്ച് ആള് പാഞ്ഞു ചെല്ലുമ്പോൾ വിമലേച്ചി തൊട്ടു മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ആദ്യം വിനയേട്ടന് വിമലേച്ചിയെ തിരിച്ചറിയാൻ പറ്റിയില്ല. അല്പം കഴിഞ്ഞാണത്രേ ആളെ മനസ്സിലായത്. എടി, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ മുത്തശ്ശനെ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. ഈശ്വര, അപ്പോ ഏട്ടന് മെമ്മറി ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലട ചന്തു, ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഒഴിച്ച് മറ്റെല്ലായിടത്തും എല്ലാവരുടെ മുമ്പിലും ഏട്ടൻ നോർമലായിട്ട് പെരുമാറിയല്ലോ അല്ലേ? ഇല്ലടി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പിന്നീട് ഉണ്ടായില്ല. ഇപ്പോൾ അവിടെയുള്ള ഏക പ്രശ്നം വിനയേട്ടൻ്റെ വയ്യായികയല്ല, ആളെ ചികിത്സിച്ച ബില്ലടിക്കാത്തതാ. 1.5 ലക്ഷം രൂപ മെൻ്റൽ ക്ലിനിക്കിൽ അടയ്ക്കാനുണ്ട്. അയ്യോ, ആണോ? അതിപ്പോ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഇല്ല. 24 മണിക്കൂറിനുള്ളിൽ കാശ് അടിച്ചില്ലെങ്കിൽ ഇഷ്യൂ ആവും, അതുറപ്പാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ലടി. അതുപോലെ നിനക്കൊന്ന് ഇങ്ങോട്ടേക്ക് വന്നൂടെ? പൈസയുടെ മാത്രമല്ല, വിനയേട്ടൻ നിന്നെ തിരഞ്ഞിറങ്ങണമെന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ടാ. എന്നെ തിരഞ്ഞു വരാനോ? അതെ, അതാ ഞാൻ പറഞ്ഞത്. വിനയേട്ടൻ എവിടെയാ എന്താന്നൊക്കെ അറിയാതെ നിന്നെ തിരക്കി ഇറങ്ങും മുമ്പ് നിനക്കൊന്ന് ഇങ്ങോട്ടേക്ക് വന്നാലെന്താ? എപ്പോൾ വരാൻ പറ്റും നിനക്ക്? എടാ, അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയും. അപ്പോൾ വെച്ചോട്ടെ, ഒരുപാട് ജോലിക്കിടയിലാ ഞാൻ. അല്ല, ഹലോ ഹലോ, ഒരുപാട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിലൊന്നും മറ്റാരുടെയും ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഇത് എവിടെയായിരിക്കും അവള്? ഏത് ഓഫീസിൽ? ഹലോ, ഒന്ന് നിൽക്കണം, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് താൻ വലിയ എന്തോ സംഭവം ആയതുകൊണ്ടൊന്നും അല്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനുള്ളത് തൻ്റെ ഡ്യൂട്ടിയാണെന്ന് ചിലർ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാ. താനിങ്ങനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കണ്ട. എനിക്കിവിടെ എന്താവശ്യമുണ്ടെങ്കിലും താൻ ചെയ്തു തരുമെന്നാണ് മഹേശ്വരി കുഞ്ഞമ്മ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും എന്റെ നിഴൽവട്ടം കാണുമ്പോ സ്ഥലം വിട്ടു പോകുന്നതേ ഭയങ്കര ഇൻസൾട്ടിംഗ് ആണ്. നിനക്ക് വേണ്ടി യാതൊന്നും ചെയ്തു തരാൻ എനിക്ക് മനസ്സിലെങ്കിലോ? മഹേശ്വരി കുഞ്ഞമ്മ വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ച വേണ്ടെന്ന് വെക്കാൻ ഞാൻ അമ്മയോട് പറയും. അപ്പൊ തീരുമല്ലോ. പിന്നെ ശല്യം ചെയ്യാൻ വരരുത്.
അത് പിന്നത്തെ കാര്യമല്ലേ. ആദ്യം ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. ഒന്നാമത്, ഞാൻ തന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിളിച്ച വിളി കേൾക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് അകപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. ഒരു പെണ്ണെന്ന പരിഗണനയെങ്കിലും വെച്ച് എനിക്ക് സഹായം ചെയ്തു തരുന്നതില് തനിക്ക് എന്താണ് കുഴപ്പം? എന്താ ഒരല്പം മനുഷ്യത്വം കാണിക്കാത്തത്? എനിക്ക് മനുഷ്യത്വം അല്പം കുറവാ. നീ എന്നെ ഒരു മൃഗമായിട്ട് കണ്ടാൽ മതി, തീർന്നല്ല പ്രശ്നം. മൃഗമെങ്കിൽ മൃഗം ആയിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ഉള്ളത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാ. എന്റെ ഒരേ ഒരു സഹോദരൻ വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു. പിന്നെ മനസ്സിന് സുഖമില്ലാതെയായി. കുറെ നാള് ആശുപത്രിയിൽ നരകയാതന അനുഭവിച്ച ശേഷം ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുക. എനിക്ക് ഏട്ടനെ ഒരു നോക്കൊന്ന് കാണണം. ഞാൻ വീട്ടിലേക്ക് ചെല്ലേണ്ട വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. മഹേശ്വരി മാഡത്തോട് ചോദിച്ചാൽ അവര് പോവാൻ സമ്മതിക്കില്ല. മാഡം അറിയാതെ സത്യം എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കണം പ്ലീസ്. വെറുതെ വേണ്ട, വീട്ടിലെത്തിയാ ഞാൻ കുറച്ച് കാശ് ഒപ്പിച്ചു തരാം. ഇവിടെ ആരെങ്കിലും അറിയും മുമ്പ് സത്യയുടെ കൂടെ തന്നെ ഞാൻ തിരിച്ചു വന്നേക്കാം. എന്താ, ഒന്ന് സഹായിച്ചൂടെ? പറ്റില്ല. എന്തെങ്കിലും ഉളുപ്പുണ്ടോ നിനക്ക് എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിന്ന് യാചിക്കാൻ? നിന്നോട് പറയാനുള്ളതൊക്കെ നേരത്തെ തന്നെ ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. നിന്നെപ്പോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണ് എന്റെ അടുത്ത് വരുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല. നിന്നെ കൺവട്ടത്ത് കണ്ട കുളിക്കണം. നിന്നെ പോലുള്ള എല്ലാത്തിനോടും അറപ്പാ എനിക്ക്. മാറി നിക്കടി. അവിടെ താൻ എന്താ കരുതിയത്? ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി എന്തും പറഞ്ഞിട്ട് കയ്യും വീശി അങ്ങ് പോവാന്നോ? അടിച്ച് നിന്റെ പല്ല് കൊഴിക്കാത്തതേ എനിക്ക് ഒരു നേരം അന്നം വിളമ്പി തരുന്ന ജാനകി അമ്മയുടെ മകനാണ് നീ എന്നുള്ളത് കൊണ്ട് മാത്രം. എടോ, നേരത്തെയും ഇപ്പോഴും താൻ പറഞ്ഞ ജാടത്തരത്തിനെ പോലീസിൽ ഞാനൊരു പരാതി എഴുതി കൊടുത്താലേ എത്ര വർഷങ്ങൾ താൻ അഴിയെണ്ണി അകത്ത് കിടക്കുന്നറിയോ? വകുപ്പ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് വെച്ചാ മതി. പഴയ IPC 354 അല്ലെങ്കിൽ പുതിയ BNS 98 വകുപ്പ്. താൻ നെറികെട്ടവനാണെന്നും മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത മഹാദുഷ്ടനാണെന്നും ഉറപ്പുണ്ടായിട്ടും ഞാനത് ചെയ്യാത്തതേ എന്നെ പോലൊരു പെണ്ണാണ് തന്നെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം. അങ്ങനെ ഒരു പരിഗണന തനിക്ക് തരേണ്ടെന്ന് ഈ നിമിഷം ഞാൻ തീരുമാനിച്ച തന്റെ ജന്മം തീർന്നേനെ. മനസ്സിലായോടോ? ലോകത്തൊരു പെണ്ണിനോടും പറഞ്ഞുകൂടാത്ത വാക്കുകളാ നേരത്തെയും ഇപ്പോഴും താൻ എന്നോട് പറഞ്ഞത്. കണ്ടവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പണത്തിന് വിലപേശുന്നവൾ, മാനം കെട്ടവൾ, അഴിഞ്ഞാട്ടക്കാരി. ഇത്രയും നിന്ദ്യമായ വാക്കുകളും ക്രൂരമായ അപമാനവും സഹിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് അറിയണമെങ്കിലേ താൻ ആദ്യം തന്റെ പെറ്റമ്മയോട് ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ കുഞ്ഞനിയത്തിയോട് ചെന്ന് ചോദിക്കണം. അവര് പറഞ്ഞു തരും എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്ന്. തനിക്കറിയോ, ചെയ്തതൊക്കെ ശരിയാണെന്ന് ന്യായീകരിക്കുന്നവളല്ല ഞാൻ. ഒരു വലിയ തെറ്റിലൂടെ സഞ്ചരിച്ച് തന്നെയാ ഞാനിപ്പോ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ തെറ്റ് എനിക്ക് പറ്റിയൊരു വലിയ കയ്യബദ്ധമൊന്നുമല്ല. അതിലേക്ക് ഞാൻ വലിച്ചഴക്കപ്പെട്ടതുമല്ല. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടി വന്നതാ. ജീവിതമാണ് അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് കണ്ണീര് കാണേണ്ടി വന്നേനെ. എത്രയോ ജീവിതങ്ങൾ തകർന്നില്ലാണ്ടായി പോകുന്നത് കാണേണ്ടി വന്നേനെ ഞാൻ. തന്റെ കണ്ണില് പിഴച്ചവളായ ഈ പെണ്ണ്, പാപിയായ ഈ പെണ്ണ് കുറെ പേരെ കാത്തു രക്ഷിച്ചിട്ടുണ്ട്. തീരാത്ത സങ്കടങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും തള്ളിവിടാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാതെയാ താൻ എന്നെ ശാസിച്ചത് മുഴുവൻ. ഞാൻ ഈ പറഞ്ഞതൊന്നും തനിക്ക് മനസ്സിലായില്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ താനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി.
ഭർത്താവും മൂത്ത മകളും മരിച്ച ശേഷം തന്റെ ആ പാവ അമ്മ തുളസി മോളെ എത്ര യാതനകൾ സഹിച്ചാണ് പ്രസവിച്ചതെന്നും തന്നെയും ആ കുഞ്ഞിനെയും എങ്ങനെയാണ് വളർത്തിയതെന്നും ജസ്റ്റ് ഒന്ന് ഊഹിച്ചെടുത്താൽ മതി. അപ്പൊ തനിക്ക് മനസ്സിലാവും ജീവിച്ചു പോകാൻ ഓരോരുത്തരും എന്തൊക്കെ വേഷങ്ങളാ കെട്ടേണ്ടി വരുന്നതെന്ന്, എത്രയൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടെന്ന്. പിന്നെ ഒരു പെണ്ണ് ചതിച്ചതിന്റെ പേരില് ലോകത്തിലെ മുഴുവൻ പെണ്ണുങ്ങളോടും തനിക്ക് വെറുപ്പും പകയുമാണെന്ന് എനിക്കറിയാം. കഥകൾ ചിലത് കേട്ടതാ ഞാനും. എന്നാ താൻ ഒന്നറിയണം, തന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു പെണ്ണിന്റെ മാത്രം ചതിയാ. അതിന്റെ പേരിൽ എല്ലാ പെണ്ണുങ്ങളും പിഴകളാണെന്ന് അടച്ചാക്ഷേപിക്കുമ്പോഴേ തന്റെ അമ്മയെയും അനിയത്തെയും കൂടിയാണ് അപമാനിക്കുന്നതെന്ന് ഒന്ന് ഓർത്താ നന്നായിരിക്കും. ജാനകി അമ്മയുടെ മകനാണെന്നും തുളസി മോളുടെ കൂടപ്പിറപ്പാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് വിസ്മയ എപ്പോഴും തന്നെ തേടി വന്നത്. പക്ഷേ ഇനി തന്റെ ഒരു സപ്പോർട്ടും എനിക്ക് ആവശ്യമില്ല. ഒരു തന്റെ സഹായവും തുണയും ഇല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തിരിക്കും. പോകേണ്ടടത്തേക്ക് പോയിരിക്കും. പെണ്ണുങ്ങൾ ആണിന്റെ മുന്നിൽ കൈനീട്ടി യാചിച്ചു നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതുകൂടി താൻ മനസ്സിലാക്കിക്കോ.